ഞാൻ പറഞ്ഞ ഗണേഷിന്റെ പരാമർശത്തിലെ ഗൗരവമാണ് ISIS-ലേക്ക് കൊണ്ടുപോകാൻ എത്ര ഗൗരവമായിട്ടുള്ള കാര്യം. നിങ്ങൾ തന്നെ ശ്രീജിത്ത് പണിക്കർ ഇവിടെ ഇല്ലേ? ആ പരാമർശത്തോട് യോജിക്കുന്നുണ്ട് ശ്രീജിത്ത് പണിക്കർ? ISIS എന്ന് പറഞ്ഞ പരാമർശത്തോട് താങ്കൾ യോജിക്കുന്നുണ്ട്? ശരി, വിയോജിപ്പുകൾ ഉണ്ടാകാം. ശരി, ആ പരാമർശത്തോട് യോജിക്കുന്നുണ്ടോ? പൃഥ്വിരാജിനെ കേന്ദ്രീകരിച്ചുള്ള ആക്രമണമാണല്ലോ നടക്കുന്നത്. മഞ്ജുഷ്, ഈ ചർച്ചയിൽ ഇതിനോടകം 2 ചോദ്യങ്ങളാണ് എന്നോട് ചോദിച്ചത്. ചോദ്യത്തിന് ഞാൻ പറഞ്ഞു വരുന്ന സമയത്ത് മറ്റുള്ള ആൾക്കാരിലേക്ക് പോവുകയും അനുവദിക്കുകയും ചെയ്തിട്ടില്ല. നോക്കൂ, ഇവിടെ ശ്രീ ഖാദർ ഇവിടെ സംസാരിക്കുന്ന സമയത്ത് ആദ്യം മുതൽ പറയാം. ഒന്ന്, അദ്ദേഹം വ്യക്തിപരമായിട്ട് പറഞ്ഞത് ഇത് ഭയപ്പെടുത്തലാണ് അല്ലെങ്കിൽ പേടിപ്പെടുത്തലാണ് എന്ന രീതിയിലത്തേക്കാണ് ശ്രീജിത്ത് അല്ലെങ്കിൽ മിസ്റ്റർ ശ്രീജിത്ത് എന്നാണ് ശ്രീ ഖാദർ പറയുന്നത്. നോക്കൂ, ഇത് പേടിപ്പിക്കലാണ് എങ്കിൽ അത് പറയാൻ ഖാദറിന്റെ നാക്ക് പൃഥ്വിരാജിന് ആവശ്യമുണ്ടോ എന്ന് ഞാൻ കരുതുന്നില്ല. ഖാദറിനെ കൊണ്ടല്ലോ ഈ സിനിമ സംവിധാനം ചെയ്യിപ്പിച്ചത്. ഇതിന്റെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത് മുരളി ഗോപിയും പൃഥ്വിരാജും ചേർന്നിട്ടല്ലേ? അല്ലെങ്കിൽ അതിൽ ആവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്തിയിരിക്കുന്നത് അവരല്ലേ? അല്ലാതെ ഖാദറിനെ അല്ലല്ലോ ആ വിഷയത്തിന് വേണ്ടിയിട്ട് വിളിപ്പിച്ചത്. എന്ന് വെച്ചാൽ അവർക്ക് അവരുടെ രാഷ്ട്രീയം പറയുന്നതിന്, നിർഭയം പറയുന്നതിന് അവർക്ക് ഖാദറിന്റെ പിന്തുണ ആവശ്യമില്ല. അപ്പൊ ഇങ്ങനെ ബാക്ക്ലാഷ് ഉണ്ടാകാം എന്ന് ഒരുപക്ഷെ അവർക്ക് ഉറപ്പുള്ള ഒരു വിഷയത്തിലാണ് അവർ സിനിമ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആൺകുട്ടി എന്ന രീതിയിലത്തേക്ക് ആ പ്രമേയം, ആ രാഷ്ട്രീയ പ്രമേയത്തിനോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാർ ഇതുവരെ അഭിപ്രായം പ്രകടിപ്പിച്ചത്. അതുകൊണ്ട് അവരെന്തെങ്കിലും രീതിയിലത്തേക്കുള്ള ഭീഷണി കേട്ടതിന് ശേഷമാണ് ഇപ്പോൾ ഈ ഒരു എഡിറ്റിന് പോയിരിക്കുന്നത് എന്ന് ശ്രീ ഖാദർ പറഞ്ഞാൽ പൃഥ്വിരാജ് അത്രത്തോളം ഭീരുവാണോ എന്നുള്ള എന്റെ ആദ്യത്തെ ചോദ്യമാണ് ഞാൻ വീണ്ടും ചോദിക്കേണ്ടി വരുന്നത്. അപ്പോ ഇതിൽ ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഈ ഗുജറാത്ത് കലാപം പോലെയുള്ള അതിശക്തമായിട്ടുള്ള ഒരു പ്രമേയം എടുത്ത് സിനിമ നിർമ്മിക്കാൻ തയ്യാറായിട്ടുള്ള ഭയരഹിതനായിട്ടുള്ള പൃഥ്വിരാജിന് അത് നിർഭയം അതിനോട് വഴങ്ങാതിരിക്കാൻ. അദ്ദേഹത്തിന് അങ്ങനെ ഭീഷണി ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി പരസ്യമായിട്ട് പറയാൻ എന്താ അദ്ദേഹത്തിന് പേടിയാണോ? ശ്രീ ഖാദർ അങ്ങനെ കരുതുന്നുണ്ടോ? പൃഥ്വിരാജിന് പേടിയായതുകൊണ്ട് അദ്ദേഹം ഇതിനെപ്പറ്റി മിണ്ടുന്നില്ല, പക്ഷെ ഖാദർ അങ്ങ് അസ്യൂം ചെയ്യുകയാണ് അദ്ദേഹത്തിനെ ഭയപ്പെടുത്തിയിട്ടുണ്ടെന്ന്. അപ്പോൾ ഒരു ഭാഗത്ത് പൃഥ്വിരാജ് വളരെ ശക്തിയുക്തനായിട്ടുള്ള, നിർഭയം സംസാരിക്കുന്ന, അദ്ദേഹത്തിന്റെ ആശയങ്ങൾ പറയുന്ന വ്യക്തിയാവുകയും എന്നാൽ അദ്ദേഹത്തിന് മേൽ ഭീഷണിയുണ്ട് എന്ന് അദ്ദേഹം പോലും പറയാതെ ശ്രീ ഖാദർ അദ്ദേഹത്തിന് വേണ്ടി അസ്യൂം ചെയ്യുകയും ചെയ്യുന്നത് എന്തിനാണ് എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഞാനിവിടെ മനസ്സിലാക്കുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ. നമ്മളിപ്പോ ഈ പറഞ്ഞിരിക്കുന്നത് പോലെ സിനിമയെ സിനിമയായിട്ട് കാണണം, നിങ്ങൾക്ക് രാഷ്ട്രീയം സിനിമയിൽ പറഞ്ഞുകൂടെ, ഈ കാര്യങ്ങളൊക്കെ തന്നെ ജസ്റ്റിഫൈഡ് ആണ്, അതൊക്കെ ശരി തന്നെയാണ്. അദ്ദേഹം എന്നോട് തന്നെ പറഞ്ഞു, ഇപ്പൊ 32,000 ആൾക്കാരെ പരിവർത്തനം ചെയ്തിട്ടുണ്ട് എന്നതുമായി ബന്ധപ്പെട്ട് ശ്രീജിത്ത് അതിനെപ്പറ്റി വിയോജിച്ചിട്ടുണ്ടോ എന്ന്. നോക്കൂ, ആ വിഷയത്തിൽ ഒരു പക്ഷേ എന്റെ ചർച്ചകൾ താങ്കൾ കണ്ടിട്ടുണ്ടാവില്ല. ഞാൻ ഈ വിഷയത്തിൽ, കേരള സ്റ്റോറിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ചർച്ചയ്ക്കിരുന്ന സമയത്ത് ഇതേ ചോദ്യം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ പറഞ്ഞത് 32,000 എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റിലല്ല ആ സിനിമ നിൽക്കുന്നത്. അത് ഫാക്ച്വലി തെറ്റാണെങ്കിൽ അത് തെറ്റാണ്. അത് ഞാൻ പറഞ്ഞതുകൊണ്ട് അത് ശരിയാവുന്നുണ്ടോ? അല്ലെങ്കിൽ ഞാൻ തെറ്റാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സിനിമാക്കാരങ്ങനെ ചെയ്തില്ല എന്നർത്ഥമുണ്ടോ? അങ്ങനെയല്ല. ഞാൻ പറഞ്ഞിരിക്കുന്നത് അന്നും ആ സിനിമയുടെ പ്രമേയം എന്ന് പറയുന്നത് തെറ്റാണ് എന്ന് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി നിയമസഭയിൽ ശ്രീ PT തോമസ് MLA ചോദിച്ച ചോദ്യത്തിന് മറുപടിയായി കേരളത്തിൽ നിന്നുള്ള IS-ലേക്ക് പോയിരിക്കുന്ന ആൾക്കാരുടെ ചരിത്രം വായിച്ചിരുന്നപ്പോൾ ഈ പറയുന്ന സോണിയ സെബാസ്റ്റ്യന്റെയും ഈ പറയുന്ന ബെക്സനോ എന്തൊക്കെയുള്ള ആൾക്കാരുടെയും ചരിത്രം മുഴുവൻ വായിച്ചിരുന്നു. അത് ഞാൻ ആ ചർച്ചയിൽ വായിച്ചിരുന്നു. അത് തന്നെയാണ് കേരള സ്റ്റോറി എന്ന സിനിമയുടെ പ്രമേയം. ശ്രീ ഖാദർ മനസ്സിലാക്കേണ്ടതാണ്. മുഖ്യമന്ത്രി നമ്മുടെ നിയമസഭയിൽ പറഞ്ഞിരിക്കുന്ന സഭാരേഖകളിലുള്ള ഞാനൊരു ചർച്ചയിൽ വായിച്ചിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ സഭയിലെ മറുപടി, PT തോമസിന് കൊടുത്തിരിക്കുന്ന മറുപടി, അതാണ് ആ സിനിമയുടെ പ്രമേയം. എന്റെ പോയിന്റ് അത് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഈ 32,000 എന്നുള്ളതല്ല. ഞാൻ ചോദിക്കട്ടെ, ഇനി ആ സിനിമയുടെ പ്രമേയം ഈ 32,000 എന്നുള്ളതിന് താങ്കളും പറയുന്നു, ഞാനും പറയുന്നു ആ നമ്പർ ഫാക്ച്വൽ അല്ല, തെറ്റാണ് എന്ന്. ആ സിനിമയുടെ പ്രമേയം തെറ്റാണോ? ആ സിനിമയുടെ പ്രമേയം എടുക്കാൻ അവകാശമുണ്ടോ? അപ്പോൾ അത് പ്രൊപ്പഗണ്ട സിനിമയായി മാറുമോ? ഇത്ര മാത്രമേ ഉള്ളൂ. ആ ചോദ്യത്തിന് താങ്കളും പറയണം. അത് സത്യസന്ധമായിട്ട് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്, സഭാരേഖകളിലുള്ളതാണ്. പിന്നീട് മുഖ്യമന്ത്രി അതിനെ തള്ളി പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രസ്താവനയെ അദ്ദേഹം തിരുത്തുകയാണ്, യൂട്ടേൺ അടിക്കുകയാണ്, നുണ പറയുകയാണ് എന്ന് പറയണം. അപ്പൊ ഇവിടെ നമ്മളാരും ഇങ്ങനെ ഭീഷണിയാണെന്ന് അസ്യൂം ചെയ്യേണ്ടതില്ല. ഞാൻ മനസ്സിലാക്കുന്ന ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഈ ഒരു സിനിമ ഇപ്പൊ പലരും പല തുക ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. എത്രയാണ് ഇതിന്റെ മുതൽ മുടക്ക് എന്നതിനെ പറ്റി കൃത്യമായ കണക്കില്ല. 150 കോടിയാണെന്നും 220 കോടിയാണെന്നും ഒക്കെ ആൾക്കാർ പറയുന്നുണ്ട്. അത് എത്രയും ആയിക്കോട്ടെ. സപ്പോസ് ഒരു ഹൈ ബജറ്റ് ഫിലിമാണ് എന്ന് മാത്രം നമുക്കറിയാമല്ലോ. എങ്കിൽ ഇന്നത്തെ കണക്ക് പല നിർമ്മാതാക്കളും ഒക്കെ പറയുന്നത് അനുസരിച്ച് തന്നെ, നമ്മൾ കേൾക്കുന്നതനുസരിച്ച് ഒരു സിനിമ ബ്രേക്ക് ഈവൻ ആകണമെങ്കിൽ അതിന്റെ ഗ്രോസ് കളക്ഷൻ എത്ര പോകണം? ഞാൻ മനസ്സിലാക്കുന്നത് ചുരുങ്ങിയത് 3 ടൈംസ് എങ്കിലും പോകണം. ഇപ്പൊ 200 കോടി രൂപ ഇതിന് മുതൽ മുടക്കുണ്ടെങ്കിൽ ആ സിനിമ ബ്രേക്ക് ഈവൻ ആകണമെങ്കിൽ, പ്രൊഡ്യൂസർക്ക് കാശ് തിരിച്ചു കിട്ടണമെങ്കിൽ ചുരുങ്ങിയത് ഒരു 600 കോടിയെങ്കിലും കളക്ട് ചെയ്യണമെന്നാണ് എന്റെ അറിവ്. ഇനി അത് തെറ്റാണെങ്കിൽ ആൾക്കാർക്ക് തിരുത്താം. ഇനി പോട്ടെ, 400 കോടിയെങ്കിലും വേണം. കേരളത്തിൽ നിന്ന് വരെ ഒരു പണം ആ രീതിയിലത്തേക്ക് കളക്ട് ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന സിനിമ സെല്ല് ചെയ്യണമെങ്കിൽ, അതിന്റെ ബിസിനസ് നടക്കണമെങ്കിൽ
OTT ഉൾപ്പെടെയുള്ള നോർത്ത് ഇന്ത്യയിൽ ഉൾപ്പെടെയുള്ള ബിസിനസ് ഇതിന് നടക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ പ്രമേയം ഒരു വൈഡ് ഓഡിയൻസിന് അപ്പീലിംഗ് ആണെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. ഒരുപക്ഷെ ഇതിൽ പറഞ്ഞിരിക്കുന്ന തീവ്രമായിട്ടുള്ള രാഷ്ട്രീയം ഈ സിനിമയുടെ ഭാവിയെ അല്ലെങ്കിൽ ഇതിന്റെ സാധ്യതകളെ പരിമിതപ്പെടുത്തുന്നുണ്ട് എന്ന് ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ സോഷ്യൽ മീഡിയ ബാക്ക്ലാഷിന്റെ പേരിൽ ഈ സിനിമയിൽ പണം മുടക്കിയിരിക്കുന്ന, ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്ന ആൾക്കാർക്ക് തോന്നിയിട്ടുണ്ടാകാം. ലോജിക്കലായിട്ടുള്ള പൊസിഷൻ ആണല്ലോ ഒന്ന്. രണ്ട്, ഇനി രണ്ടാമത്തെ കാര്യം, ഒരു സിനിമ നിർമ്മിക്കുന്ന സമയത്ത് ഞാൻ പ്രത്യക്ഷ രാഷ്ട്രീയം അതിൽ നിന്ന് പറഞ്ഞുകൊണ്ട് സംഘപരിവാറിനെ ഞാനിവിടെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്നു എന്ന് പൃഥ്വിരാജ് പറഞ്ഞു എന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ പറയും സിനിമയെ സിനിമയായിട്ട് കാണണമെന്ന്. ഞാൻ പറയുന്നത് ഒരു പക്ഷേ അവർ പ്രതീക്ഷിക്കാത്ത രീതിയിലത്തേക്ക് ആൾക്കാരെ ആ സിനിമ ഹർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു സോഷ്യൽ ഡിവൈഡ് ഉണ്ടാക്കുക എന്നുള്ളതല്ല ഈ സിനിമ ഉണ്ടാക്കിയിരിക്കുന്ന ആൾക്കാരുടെ ഉദ്ദേശമെങ്കിൽ അവർക്കത് തിരുത്താനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. ഇപ്പൊ ഇതിൽ പ്രശ്നം നമ്മൾ പറയേണ്ടത് എവിടെയാണ്? സെൻസർ ബോർഡ് ഈ സിനിമയ്ക്ക് അനുമതി കൊടുക്കാതെ ഇരുന്നു എങ്കിൽ നമുക്ക് അതിനകത്തൊരു പ്രശ്നം പറയാം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. സെൻസർ ബോർഡ് ആ സിനിമയ്ക്ക് പെർമിഷൻ കൊടുക്കുന്നു. കേരളത്തിൽ ഇപ്പോൾ പുതുതായിട്ട് വന്നിരിക്കുന്ന BJPയുടെ അധ്യക്ഷൻ പറയുന്നു അതിനകത്തിൽ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിനെ കോട്ട് ചെയ്തുകൊണ്ട് ഈ സാധനം വരുന്നു. ഇതിലേക്ക് നമ്മൾ കാര്യമായിട്ട് ഇടപെടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് BJPയുടെ പല നേതാക്കന്മാരും പറയുന്നു. ഇപ്പോ ആരുടെ K ഗണേഷോ അങ്ങനെ ഏതോ അപ്രസക്തനായിട്ടുള്ള നേതാവിന്റെ ഒക്കെ കാര്യം പറയുന്ന പ്രസക്തനായിക്കോട്ടെ, ഇനി അദ്ദേഹം BJPയുടെ ഏറ്റവും വലിയ ആളായിക്കോട്ടെ, എങ്കിൽ പോലും ഇവിടെ MT രമേശിനെ പോലെയുള്ള ആൾക്കാരുമില്ലേ? MT രമേശനാണോ സോഷ്യൽ സ്റ്റാറ്റസ് കൂടുതൽ, പൊളിറ്റിക്കൽ സ്റ്റാറ്റസ് കൂടുതൽ എന്നുള്ളത് ശ്രീ ഖാദറിനും എനിക്കും ആ കാര്യത്തിൽ തർക്കമുണ്ടാവില്ലല്ലോ. അദ്ദേഹം തന്നെ പറഞ്ഞത് എന്താണ്? ഒരു സിനിമയിലൂടെ രാഷ്ട്രീയം പറയുന്നതിനുള്ള അവകാശം എല്ലാ ആൾക്കാർക്കും ഉണ്ടാകണം എന്നാണ്. അപ്പോൾ പരസ്യമായിട്ട് ആ രീതിയിൽ അഭിപ്രായം പറഞ്ഞിരിക്കുന്ന, എന്നാൽ ആ പ്രമേയം നിങ്ങളുടെ രാഷ്ട്രീയത്തിന് വിരുദ്ധമാണെങ്കിൽ പ്രതികരിക്കാൻ അവകാശമുള്ള ആൾക്കാർ തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇനി അങ്ങനെയുള്ള ആൾക്കാരെ വെറുപ്പിക്കേണ്ടതില്ല. അങ്ങനെ ഒരു വിദ്വേഷത്തിലൂടെ സോഷ്യൽ ഡിവൈഡ് ഉണ്ടാക്കുന്നതിനല്ല ഞങ്ങളുടെ ഉദ്ദേശം എന്ന രീതിയിലത്തേക്കുള്ള ഒരു ആഫ്റ്റർ തോട്ട് ഈ സിനിമ റിലീസ് ചെയ്തതിനു ശേഷം